ഡൽഹിയിൽ മഴ മുന്നറിയിപ്പ്. ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. അസമിലെ വെള്ളപ്പൊക്കം സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിലയിരുത്തി. വിനിത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനിത, എന്താണ് ഡൽഹിയിലെ കാലാവസ്ഥാ മുന്നറിയിപ്പ്? എന്താണ് അസമിലെ സാഹചര്യം? അവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഇതിൽ ഡൽഹിയിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നും നാളെയും മഴ മുന്നറിയിപ്പുണ്ട് ഡൽഹിയിൽ. ഒപ്പം തന്നെ അസമിനെ സംബന്ധിച്ചിടത്തോളം വെള്ളപ്പൊക്കം അതിരൂക്ഷമായി തന്നെ തുടരുന്നൊരു സാഹചര്യമാണ്. 19 ജില്ലകളിലെ ഏതാണ്ട് 6 ലക്ഷത്തിലധികം ആളുകളെ ഈ വെള്ളപ്പൊക്കം ബാധിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകുന്നതൊക്കെ തന്നെ സമീപത്തിലുള്ള ഈ ഗ്രാമങ്ങളിലൊക്കെ വെള്ളം കയറാൻ ഇടയാക്കിയിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. വീടുകളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ അവിടെ നിന്ന് മാറുകയാണ്. ഈ വീടുകളിൽ ഏതാണ്ട് പകുതിയോളവും വെള്ളം കയറിയ അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഈ മഴക്കെടുതിയിൽ ആസാമിൽ ഇതിനോടകം തന്നെ 45 മരണമുണ്ടായെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നിരത്തുകളിൽ വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് കൂടുതൽ വേഗതയിൽ മുന്നോട്ട് പോകരുത്, 40 km താഴെ മാത്രമേ ഈ സ്പീഡ് പരിധി പാടുള്ളൂ എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഈ വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും അമിത്ഷായും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അസമിലെ മുഖ്യമന്ത്രിയുമായും സംസാരിച്ചു. അവിടുത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ കൂടുതൽ ആവശ്യങ്ങളുണ്ട് എങ്കിൽ അതൊക്കെ പരിഗണിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഗുജറാത്തിലും ഇപ്പോൾ മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. ഇന്നലെ രാത്രിയും ഗുജറാത്തിലൊക്കെ തന്നെ പലയിടങ്ങളിലും അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ദേശീയപാതയിലെ ചില റോഡുകളൊക്കെ അടച്ചിരിക്കുകയാണ്. 2 ദേശീയപാതകൾ അടക്കമുള്ള ചില റോഡുകളിലേക്കാണ് ഗതാഗതം അവിടെ ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്. ആ മേഖലകളിലേക്കൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ അവിടെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് അധികൃതർ പറയുന്നു. ഈ കയറിയിരിക്കുന്ന വെള്ളം അത് ഇറങ്ങിത്തുടങ്ങിയാൽ വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ശരി, വിനിത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.